LMR London Malayalam Radio, the station that loves God's own country and its people. London Malayalam Radio. LMR. തിരുസന്നിധിയിൽ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്നേഹമുള്ളവരെ, ഈ ആത്മീയ ശുശ്രൂഷയിലെ ഗാനങ്ങളിലൂടെ, വചനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും എല്ലാം കൈവരട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ് നിന്റെ അയൽക്കാരൻ എന്നുള്ളതിനെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന വ്യക്തികളെ പറ്റി ചിന്തിച്ചു എന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, ബൈബിളിനെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും യേശുവിനെ കാണാൻ വേണ്ടി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവെ, നിന്നെ കാണുവാന് പുറത്ത് നിന്റെ അമ്മയും സഹോദരരും നിൽക്കുന്നുവെന്ന്. യേശു അവനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തില് ദൈവം ഇപ്രകാരം പറയുന്നു, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. എന്താണ് ഈ പിതാവിൻ്റെ ഇഷ്ടം? യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും പിതാവിൻ്റെ ഇഷ്ടമാണ്. യേശുവിൻ്റെ മുഖത്ത് നിന്ന്, ജീവിതത്തിൽ നിന്ന് പിതാവിൻ്റെ ഇഷ്ടം പഠിക്കുകയും അത് അഭ്യസിക്കുന്നവരുമാണ് ഇവർ. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ നോക്കി ഇങ്ങനെ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം നാം നിറവേറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തി നിറവേറ്റുകയാണെങ്കിൽ, ആ വ്യക്തി നമ്മുടെ സഹോദരനാണ്, ആ വ്യക്തി നമ്മുടെ അയൽക്കാരനാണ്. അതാണ് യേശു അർത്ഥമാക്കിയത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ രക്തബന്ധങ്ങൾക്കാണ് പ്രാധാന്യം. നമ്മുടെയൊക്കെ സഹോദരന്മാര്, സഹോദരി, കുടുംബത്തിലുള്ളവര്, അവർക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. യേശുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രക്തബന്ധത്തിനല്ല പ്രാധാന്യം, വചനബന്ധത്തിനാണ്. കാരണം വചനം ആര് പാലിക്കുന്നുവോ, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ആര് ജീവിക്കുന്നോ, ആ വ്യക്തികൾക്കാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം. ഈ വചനമാണ് യേശു പറഞ്ഞ എല്ലാ ഉപമകളിലും കഥകളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സമറിയാക്കാരൻ്റെ ഉപമയിൽ സമറിയാക്കാരനെ ദൈവം കൂടുതൽ എടുത്തു കാണിക്കുവാന് കാരണം അതുതന്നെയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായിട്ട് യേശു ഉയർത്തി കാണിക്കണമെങ്കിൽ സമറിയാക്കാരൻ്റെ ജീവിതത്തിൽ സഹോദരത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെതായ ഒരു ആത്മീയത അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുമോ അതാണ് ദൈവത്തിനിഷ്ടം. നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് പ്രതികരമായ രീതിയിൽ ജീവിക്കുമ്പോൾ സമറിയാക്കാരനെ പോലെ നമ്മുടെ ജീവിതം നാം ആക്കി മാറ്റണം. വേദനയായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ, ഒരു നേരത്തെ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവരെ നമ്മൾ സഹായിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിക്കണം. നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു തന്നിട്ടുണ്ട്. നമ്മളത് പങ്കുവെക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നമുക്കത് പങ്കുവെച്ച് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ വേദനയായിട്ട് കടന്നു വരുന്ന വ്യക്തികളെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളാണ് എൻ്റെ സഹോദരൻ, അവരാണ് ദൈവത്തിന് സ്വീകാര്യരായ വ്യക്തികൾ എന്ന് പറയുന്നത്. സ്വർഗനായക കാത്തുകൊള്ള
സ്വർഗനായക കാത്തു കൊള്ളുക നീ സർവദായക. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 Manchester 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കായന്റെയും ഹാബേലിന്റെയും ജീവിതത്തിലെ അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും. കായൻ ഒരു കർഷകനായിരുന്നു. അദ്ദേഹം തൻ്റെ കൃഷി ചെയ്ത് കിട്ടിയ ഉൽപ്പന്നങ്ങളൊക്കെ ദൈവത്തിന് കാഴ്ചയായിട്ട് സമർപ്പിച്ചു. ഹാബേലാകട്ടെ ആടിനെ മേയ്ക്കുന്ന വ്യക്തിയായിരുന്നു. ആ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ആടിൻ്റെ മാംസഭാഗങ്ങൾ യേശുവിന് ബലിയായിട്ട്, യേശുവിന് കാഴ്ചയായിട്ട് സമർപ്പിച്ചു. രണ്ടുപേരും യേശുക്രിസ്തുവിന് ദൈവത്തിന് കാഴ്ച സമർപ്പിച്ചു. ദൈവം കായന്റെ കാഴ്ച സമർപ്പണത്തിൽ സംതൃപ്തനായില്ല. ഹാബേലിന്റെ കാഴ്ച സമർപ്പണത്തിലാണ് ദൈവത്തിന് പ്രീതി ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ കായൻ ദൈവത്തോട് ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പെട്ടെന്ന് അവന് കോപം വന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ചോദിക്കുകയാണ്, ദൈവം ചോദിച്ചു, എന്താ കായനെ നീ ദേഷ്യപ്പെടുന്നത് എന്ന്.
ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ ദൈവം ഇപ്രകാരം ചോദിക്കുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്, ഉചിതമായിട്ട് നല്ലത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ നാം ഓരോ വ്യക്തികളും പ്രീതികരമായി തീരത്തില്ലേ? എനിക്ക് നിങ്ങൾ സ്വീകാര്യനായി തീരത്തില്ലേ എന്ന് കർത്താവായ യേശുക്രിസ്തു ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ്. നീ നല്ലത് പ്രവർത്തിച്ചാൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ നീയും എനിക്ക് സ്വീകാര്യനാകുകയില്ലേ? പലപ്പോഴും പലരും ചിന്തിച്ചേക്കാം, ഞാൻ ദൈവത്തിന് സ്വീകാര്യനാണോ? നമ്മൾ നന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകനെ, മകളെ, ദൈവത്തിന് സ്വീകാര്യനായ നീ ഏത് സമുദായത്തിൽപ്പെട്ടവനാണ് എന്നുള്ളതല്ല ദൈവത്തിന് പ്രാധാന്യം. നീ നന്മ ചെയ്ത് ദൈവത്തിന് സ്വീകാര്യനായ വ്യക്തിയായിട്ട് ജീവിച്ചാൽ, ദൈവത്തിന് പ്രീതികരമായിട്ട് ഉള്ള കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും സ്വീകാര്യരായി തീരും എന്ന് ഈ വചനത്തിലൂടെ നമ്മോട് ദൈവം സൂചിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ജഡികതയുടെ, പാപത്തിൻ്റെ ഒത്തിരി സ്വാധീനം നമ്മൾക്ക് കടന്നു വരാം. പക്ഷേ നാം നന്മ ചെയ്തുകൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തി ദൈവത്തിന് സ്വീകാര്യരായിട്ട് മറ്റുള്ളവർക്ക് നല്ല സഹോദരനായിട്ട്, നല്ല സഹോദരിയായിട്ട് ഒക്കെ മാറുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മുടെ മുമ്പിൽ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നന്മയും തിന്മയും എല്ലാം നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ, മക്കളെ, നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഇരിക്കുകയാണ്. ഇവിടെ സെലക്ഷനാണ്, ചോയ്സാണ്. നാം സെലക്ട് ചെയ്യുന്നത്, നാം ചൂസ് ചെയ്യുന്നത് എന്താണ്? അതനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. നാം വിചാരിക്കും, നാം തിന്മ പ്രവർത്തിച്ചാൽ മറ്റാരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്ത് വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണുവാൻ സാധിക്കും. ആയതിനാൽ നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയുമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ പ്രവർത്തിക്കുവാൻ, നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. പാപത്തിൻ്റെതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാൻ തക്കതായ കൃപ നമുക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുദിനം തൻ
കർത്താവിൻ്റെ വലിയ കൃപയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും നമ്മളിലേക്ക് നിറയുവാൻ വേണ്ടി നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ജോലിക്ക് വേണ്ടി പോകുവാൻ തയ്യാറെടുക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് നിങ്ങൾ കടക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ വാഹനങ്ങളിലായിരിക്കാം, ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം ഈ ലണ്ടൻ മലയാളം റേഡിയോയിൽ കൂടെ എന്നെ നിങ്ങൾ ശ്രവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ തിന്മയുടെ സ്വാധീനങ്ങൾ വരുമ്പോൾ അതിലേക്ക് വഴുതി വീഴാതെ നേരായ വഴി, ദൈവിക വഴി, ദൈവത്തിൻ്റെതായ നന്മയുടെ വഴി, ദൈവത്തിന് പ്രീതികരമായ വഴി നമുക്കൊരോരുത്തർക്കും തിരഞ്ഞെടുക്കാം. നമുക്കൊരു തീരുമാനം ഇന്നെടുക്കാം. ഞാൻ ഇനിയുമുള്ള എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായിട്ട് മറ്റുള്ളവർക്ക് നല്ലൊരു സഹോദരനായിട്ട്, സഹോദരിയായിട്ട്, നല്ലൊരു അമ്മയായിട്ട് എനിക്ക് മാറുവാൻ സാധിക്കണമേ. എന്നെ സഹായിക്കണമേ ദൈവമേ. ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ ഞാൻ ആയിത്തീരും എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി, ദൈവം അവിടെ ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വന്ന് നിറയും. ദൈവസ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കും. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേചനം നമ്മിലേക്ക് തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വന്ന് നിറയാൻ വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരോരുത്തർക്കും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവത്തിന് പ്രീതികരമായ അവസ്ഥയിലേക്ക് മാറുവാൻ വേണ്ടി നമുക്കൊരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, വ്യക്തിജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പ്രഭാതം നേരുന്നു, നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. Wow.